ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിയുടെ അളവിൻ്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെത് കുറച്ച് ലൂസായിരുന്നു, അപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ കട്ടിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതൊരു 30 മിനിറ്റോളം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകി കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തതുകൊണ്ടാണ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കഴുകിയിട്ടാണ് അതൊന്ന് കുതിർത്ത് വെക്കുന്നത്. നിങ്ങൾ കൈമ റൈസാണ് എടുക്കുന്നതെങ്കിൽ അത് കുക്ക് ചെയ്യേണ്ട ടൈമിൽ മാത്രം കഴുകി ഒന്ന് വെള്ളം കളയാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 4-5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഷാജീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഒരു ഷാജീര. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു തക്കോലവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെള്ളം വാറ്റി വെച്ച ബസ്മതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് നേരം തന്നെ ആ നെയ്യിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റൈസ് നല്ല വേറിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെയിറ്റ് ഇടാതെ ഒന്ന് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളൊരു പോട്ടിലാണ് റെഡിയാക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ വെള്ളം വറ്റിയോന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ചെറിയൊരു സമയം കൊണ്ട് തന്നെ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ നോക്കുക. ഇത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. നമുക്കിനി മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായിൽ 2 സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതേ പാനിൽ തന്നെയാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. അപ്പം ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്. 5-6 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില എടുക്കുമ്പോൾ തണ്ടോടുകൂടി എടുക്കരുത്. പിന്നെ 10 ഗ്രാം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഒരു വലിയ ബൾബ് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും, പിന്നെ 1 ടീസ്പൂൺ വെള്ള കസ്കസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം ആ ഒരു അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അരച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഈ അരപ്പ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ ആ ബിരിയാണിയുടെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 2 വലിയ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ചിക്കനൊക്കെ തൈരിലൊക്കെ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിലേക്ക് 1.5 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫ്രൈ ചെയ്ത സവാള. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവരുത്, ഒരു ചെറിയൊരു വെള്ളപ്പറ്റോടെ കൂടി തന്നെയാണ് നമ്മളിത് ദം ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റൈസ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു അളവിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ നമുക്ക് മുഴുവൻ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആർക്കും അത് അത്ര താല്പര്യമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സീൽ ചെയ്ത് ഒരു തവയുടെ മുകളിൽ, ഞാനൊരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. സിമ്മിൽ വേണം നമ്മളിതൊന്ന് ചൂടാക്കി ഒരു 5 മിനിറ്റ്സോളം നമുക്കിതൊന്ന് ചൂടാക്കി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.